വീറും വാശിയുമേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളാണ് ഓരോ വാർഡുകളിലും നടക്കുന്നത്. മാറഞ്ചേരിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ അവസാനഘട്ട വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാറഞ്ചേരിയിലെ ഓരോ വാർഡുകളും നിലവിലെ സ്ഥിതിഗതികളും ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രകടനങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെയാണ് ഫാറൂഖ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. നമ്മൾ ഇപ്പോൾ മാറഞ്ചേരി നമുക്കറിയാം 22 വാർഡുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ പ്രധാനപ്പെട്ട വാർഡുകൾ മാത്രം നമ്മളെടുത്ത് സംസാരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ വളരെ എന്താ പറയുക ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു വാർഡാണത്. രസകരമായിട്ടുള്ള ഒരു 3 കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു വാർഡാണ്. പിന്നീട് ഏറ്റവും നല്ല മത്സരം നടക്കുന്ന കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം കാരണം ആ വാർഡ് അവരുടെ അഭിമാന പ്രശ്നമാണ്. ഇപ്പോൾ BJP പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറഞ്ചേരി പഞ്ചായത്തിനകത്ത് അക്കൗണ്ടുകൾ തുറക്കപ്പെടും അക്കൗണ്ടുകൾ തുറക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പൊ അത് എത്രമാത്രം അറിയാവുന്നതേ ഉള്ളൂ. UDF അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിനെ കാണാൻ. അപ്പോൾ രണ്ടുപേരും ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു പ്രത്യേകത രണ്ട് വനിതകളും ശക്തരുമാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ അവരുടെ ആ വാർഡിലുള്ള ഒരു പ്രിയങ്കരികളുമാണ് ഈ രണ്ടുപേരും. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ അവിടെ നല്ല തീപ്പാറും പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ. കാരണം UDF ആദ്യം ഒരു ഈസി വാക്കോർ എന്നുള്ള കാരണം പിന്നീടാണ് ഈ സ്ഥാനാർത്ഥി വരുന്നത്. അത് അപ്പം ചിത്രം ഇതിൽ മാറുകയാണ്. അങ്ങനെ ഒരു വീഴ്ച തുടക്കത്തിൽ UDF-ന് അവിടെ പാളിയിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു വാർഡ് പിടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് അവിടെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിനെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോഴും പകരം വന്ന ആളും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇവരും അവിടെയും മത്സരം പോലും നമ്മളിപ്പോൾ ഈ മൂന്നാം വാർഡിൽ പറയുന്ന പോലെയുള്ള തീപാറും പോരാട്ടം അങ്ങനെ ആ രീതിയിലേക്ക് പറയാൻ പറ്റില്ല. UDF-ന് തുടക്കത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ട്. അത് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് നിലനിർത്തുക, CPM-നെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് നിലനിർത്തുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും വിജയിക്കാൻ അല്ലെങ്കിൽ ആ വാർഡിൽ വിജയിക്കാൻ അവർ പാർട്ടി കണ്ടെത്തിയ ഒരു വിലയിരുത്തലാണ്. ആ വാർഡിൽ വിജയിക്കാൻ ഏറ്റവും കരുത്തനായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയനായ അല്ലെങ്കിൽ ആ വാർഡിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കുക. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM, CPI മറ്റ് കക്ഷികളൊക്കെ വളരെ സജീവമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ആ വാർഡിനകത്ത് രംഗത്തുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതാണ് ആ വാർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊക്കെ റിസൾട്ട് വരുമ്പോൾ LDF-നാണോ അല്ലെങ്കിൽ NDA-ക്കാണോ UDF-നാണോ UDF സത്യത്തിൽ അവിടെ ജയസാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ഇതാണ്. മൂന്നാം സ്ഥാനത്ത് തന്നെ പരമാവധി ഒരു വോട്ടുകളെ അവർ കൂടുതൽ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ആ ഒരു നിലവിലുണ്ടായിരുന്ന സംഖ്യയിൽ നിന്ന് കൂട്ടാനുള്ള ഒരു ശ്രമമായിരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ UDF അവിടെ നടത്തുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ ആ പ്രചരണം ഇപ്പോൾ 2ാം ഘട്ടം 3ാം ഘട്ടത്തിലേക്ക് അവരുടെ പ്രചരണം നീങ്ങി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിനെ മറികടന്ന് ഒരു വിജയിക്കാനാവുന്ന ഒരു സാധ്യതയാണ് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്തുതന്നെയാലും അങ്ങനെ കൂട്ടായ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. LDF ആയാലും UDF ആയാലും സജീവമായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ രാഷ്ട്രീയ സാഹചര്യം സത്യത്തിൽ അത് ഒരു LDF-ന് ഒരു അനുകൂലമാവുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് UDF-ൻ്റെ ഒരു വീഴ്ചയാണ് മൊത്തത്തിൽ ആ ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഒരു മുളച്ചു നിൽക്കുന്ന ഒരു വിഷയം ആയിട്ടുള്ള. കാരണം അതിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അയാൾക്ക് വേണ്ടി പോസ്റ്റർ അടിക്കുന്നു, പ്രചരണം നടത്തുന്നു, പിന്നീട് നോമിനേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. വളരെ ഒരു പ്രതിസന്ധിയാണ് സത്യത്തിൽ. ആരായാലും ഏത് മുന്നണിയായാലും ഇപ്പോൾ LDF ആയാലും UDF ആയാലും BJP-യുടെ ഒരു നേതാവാണെങ്കിൽ പോലും ആളെ വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടും വളരെ അടുപ്പവും സൗഹൃദവും സൂക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെ കേന്ദ്രീകരിക്കും, എങ്ങനെ പോകും എന്നുള്ളതൊന്നും നമുക്ക് അത് സംബന്ധമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വാർഡിലെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം.